നമ്മളിനി എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണ്. എറണാകുളം UDF വലിയ അപ്രമാദിത്വം നേടുന്ന LDF തരംഗത്തിൽ പോലും UDFന് മേൽക്കൈയുള്ള ഒരു മണ്ണാണ് എറണാകുളത്തിനത്. 2006 മാത്രമാണ് വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ടായിരുന്നത്. എറണാകുളത്തെ 3 മണ്ഡലങ്ങൾ, ആദ്യം കൊച്ചി, KJ മാക്സി സിറ്റിംഗ് MLA-ക്കെതിരെ മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ് മത്സരിക്കുന്നു. സേവ്യർ ജൂലപ്പൻ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കൊച്ചി ഇത്തവണ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുകയാണ്. അതിന് പലതുണ്ട് കാരണങ്ങൾ. സിറ്റിംഗ് MLA-ക്കെതിരെ DCC പ്രസിഡന്റിനെ മത്സരിക്കുമ്പോൾ അവിടുത്തെ സാമുദായിക ഘടകങ്ങൾ തുണയ്ക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് LDF-നെ സംബന്ധിച്ച്. UDF-നെ സംബന്ധിച്ച് UDF-നേതായി അവർക്ക് പൊതു രാഷ്ട്രീയ ചിത്രം അഡ്വാൻറ്റേജ് ഉണ്ട് എന്നവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് കൊച്ചിയുടെ ചിത്രം. അതുപോലെ തന്നെ അതിശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം ആണ് കളമശ്ശേരി. നമുക്കറിയാം മന്ത്രി P. രാജീവിന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ P. രാജീവ് തോൽപ്പിച്ച V. അബ്ദുൽ ഗഫൂർ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി. MP ബിനു NDA സ്ഥാനാർത്ഥിയായും വരുന്നു. VK ഇബ്രാഹിം കുഞ്ഞ് 2 തവണ ജയിച്ച മണ്ഡലമാണ് കളമശ്ശേരി. അവിടെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ പരാജയപ്പെടുത്തിയാണ് കഴിഞ്ഞ തവണ P. രാജീവ് വിജയിച്ചത്. P. രാജീവ് 15,000 വോട്ടിനാണ്, 14,000 പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. മന്ത്രിയാകുകയും ചെയ്തു. ആ മന്ത്രി പരിവേഷത്തിൽ മത്സരിക്കുമ്പോൾ വീണ്ടും വിജയിക്കാൻ കഴിയുമെന്ന് P. രാജീവും LDF-ഉം ഉറച്ചു വിശ്വസിക്കുന്നു. LDF ജില്ലയിലെ ആദ്യത്തെ മണ്ഡലമായി കാണുന്ന മണ്ഡലം കളമശ്ശേരിയാണ്. അതേസമയം രാഷ്ട്രീയമായ അടിത്തറ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വോട്ട് വിഹിതം, ഇതെല്ലാം വെച്ച് രാജീവിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് UDF-ഉം വിചാരിക്കുന്നു. ഇതാണ് കളമശ്ശേരിയുടെ ചിത്രം. കളമശ്ശേരി കഴിഞ്ഞാൽ പിന്നെ അതിശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ 1000 താഴെ വോട്ടിനാണ് അവിടെ K. ബാബു ജയിച്ചത്. K. ബാബു പിന്മാറിയതിനു ശേഷം അവിടെ ദീപക് ജോയ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ദീപക് ജോയ് വരുന്നു. K. ഉണ്ണികൃഷ്ണൻ, വൈപ്പിൻ MLA K. ഉണ്ണികൃഷ്ണൻ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു. അഞ്ജലി നായർ എന്ന സിനിമാ താരം അവിടെ 2020 സ്ഥാനാർത്ഥിയായി, NDA സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ആരായിരിക്കും തൃപ്പൂണിത്തുറയിൽ ഭരിക്കുക? അവിടുത്തെ മുനിസിപ്പാലിറ്റി BJP-ആണ് ഭരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ അവിടെ ഒരു അപ്രതീക്ഷിത, അപ്രവചനീയ മത്സരം തൃപ്പൂണിത്തുറയിൽ നടക്കുന്നു. ഈ 3 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പ്രദീപ് ജോസഫ് നമ്മോടൊപ്പം ഉണ്ട്. പ്രദീപ്, നമ്മൾ ഈ പറഞ്ഞ 2 മണ്ഡലങ്ങൾ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്, കൊച്ചിയും അതുപോലെ തന്നെ കളമശ്ശേരിയും. ഒരു മണ്ഡലം UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് തൃപ്പൂണിത്തുറ. പക്ഷേ UDF ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ എറണാകുളത്ത് ജയിച്ച മണ്ഡലം തൃപ്പൂണിത്തുറയായിരുന്നു താനും. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിലെയും ഫലം പ്രവചിക്കുക സാധ്യമാണോ? പ്രവചനാതീതമായ ഒരു മത്സരം തന്നെ യഥാർത്ഥത്തിൽ ഈ മണ്ഡലങ്ങളിലെ മത്സരത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം UDF സ്ഥാനാർത്ഥിയായി കൊച്ചിയിൽ ആരാവും വരിക എന്നുള്ളതായിരുന്നു ആകാംക്ഷ നടത്തിയിരുന്ന കാര്യം. മുഹമ്മദ് ഷിയാസ് ആണ് എന്നത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ അത്തരമൊരു ചിന്തയാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരിലുണ്ടായത്. കാരണം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് കൊച്ചി എന്ന് പറയുന്നത്. മാത്രമല്ല തീരദേശ പ്രദേശം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4500 വോട്ടുകൾക്കാണ് അന്ന് പുതുമുഖമായിരുന്ന KJ മാക്സി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് 14,863 വോട്ടുകൾക്കാണ് KJ മാക്സി അവിടെ വിജയിച്ചത്. ആ KJ മാക്സിയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മുഹമ്മദ് ഷിയാസിനെ രംഗത്തിറക്കിയത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സംസ്ഥാനത്ത് ഏറ്റവും സജീവമായി, ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ഒരു DCC അധ്യക്ഷനാണ് മുഹമ്മദ് ഷിയാസ്. പ്രചാരണത്തിലും ഇത്തവണ അതുപോലെ തന്നെ തീരമേഖലയെ അടക്കം ഇളക്കി മറിച്ചുകൊണ്ടാണ് ഷിയാസിന്റെ പ്രചാരണം എന്ന് പറയുന്നത്. പക്ഷേ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം ആർക്കും ഒരു പ്രവചനത്തിന് സാധ്യമല്ല എന്നുള്ളൊരു സാഹചര്യം എത്തി നിൽക്കുന്നു. എന്തായിരുന്നാലും ആരാണ് വിജയിക്കുക എങ്കിലും കഴിഞ്ഞ തവണ KJ മാക്സി നേടിയതിന് ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായും പറയാൻ സാധിക്കും. 2020 ഇത്തവണ NDAക്ക് വേണ്ടി 2020 അവിടെ മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ NDAയും 2020യും രണ്ടായി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 31,000 വോട്ടുകളാണ് ഇരു കൂട്ടരും കൂടി സമാഹരിച്ചത്. ഇത്തവണ 2020 NDAയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ആ വോട്ട് വിഹിതം ഉയരാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു ഘടകം കൂടി ഉള്ളതുകൊണ്ട് കൊച്ചി മണ്ഡലത്തിൽ ഇത്തവണ ആരാവും വിജയ പതാക പാറിക്കുക എന്നുള്ളത് യാതൊരു കാരണവശാലും ആർക്കും ഒരു ഊഹത്തിന് പോലും ഇടം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് ഇരു മുന്നണികളുടെയും ചങ്കിലെ ഏറ്റവും വലിയ ഇടിപ്പ് എന്ന് പറയുന്നത്. കാരണം മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന് LDF ആശങ്കപ്പെടുന്നു. കൂടാതെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമോ എന്ന് UDF-ഉം ആശങ്കപ്പെടുന്നു. ഇനി കളമശ്ശേരിയിലേക്ക് വന്നാൽ മന്ത്രിയും മുൻ മന്ത്രിയുടെ മകനും തമ്മിലുള്ള മത്സരമാണ് കളമശ്ശേരിയിൽ ഇറങ്ങിയിരുന്നത്. കളമശ്ശേരി P. രാജീവിനെ സംബന്ധിച്ചിടത്തോളം വ്യാവസായികമായും കാർഷികപരമായും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഒപ്പം കളമശ്ശേരി എന്നുള്ള പേരിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ രാജീവ് നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ എന്നുള്ള വിലാസം തന്നെ V. അബ്ദുൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. കാരണം ആളുകൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. VK ഇബ്രാഹിം കുഞ്ഞിനോടുള്ള ആളുകളുടെ സ്നേഹവും ആദരവും ഒക്കെ തനിക്ക് വോട്ടായി മാറുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ കളമശ്ശേരി മണ്ഡലം ലീഗായിരിക്കുമോ അതോ കോൺഗ്രസ് ആയിരിക്കുമോ മത്സരിക്കുക എന്നൊരു ആകാംക്ഷയൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് കളമശ്ശേരി ലീഗിന് തന്നെ നൽകാൻ തീരുമാനിച്ചത്. മന്ത്രി P. രാജീവ് ഏറെ മുൻകൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. എന്തായിരുന്നാലും കളമശ്ശേരിയിലും തീപാറുന്ന ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിനെതിരെ നിലവിൽ പലപ്പോഴും രംഗത്ത് വരുന്നത് കളമശ്ശേരിയിലെ സ്ഥാനാർത്ഥിയും വ്യവസായ മന്ത്രിയുമായ P. രാജീവ് കൂടിയാണ്.
ഓരോ ഭരണ നേട്ടവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇടതു മുന്നണിയുടെ തീരുമാനം. വീടുകൾ തോറും കയറിയിറങ്ങി ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിക്കാൻ UDF ശ്രമിക്കുന്നു. ഇവിടെ BDJS ആണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ BDJS വലിയൊരു നിർണായക ഘടകമൊന്നും അല്ല എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ M സ്വരാജിനെ K ബാബു തോൽപ്പിച്ചത് കേവലം 988 വോട്ടുകൾക്കാണ്. ഒരുപക്ഷെ M സ്വരാജിന്റെ ഭാഗത്ത് നിന്ന് മാളികപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശമൊന്നും ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഫലം ഒരുപക്ഷെ മറ്റൊന്നാകുമായി മാറുമായിരുന്നു. എന്തായിരുന്നാലും K ബാബു മത്സരിക്കുന്നില്ല എന്ന് വന്നതോടെ ദീപക് ജോയിയാണ് UDFിൽ നിന്ന് മത്സരിക്കുന്നത്. 2020 നല്ല തോതിൽ വോട്ട് കഴിഞ്ഞ തവണ ഇവിടെ പിടിച്ചിരുന്നു. ഇത്തവണ അഞ്ജലി നായർ മത്സരിക്കുന്നു. അതേസമയം 2020 ജില്ലയിൽ 9 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം BJP ഭരണം പിടിച്ച നഗരസഭയിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. ആ തൃപ്പൂണിത്തുറ 2020 കൊടുത്തതിൽ BJP പ്രവർത്തകരിൽ തന്നെ അമർഷമുണ്ട്. കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത്. BJP മത്സരിച്ചാൽ ഒരുപക്ഷെ 2020 മത്സരിക്കുന്നതിനേക്കാൾ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പല BJP പ്രവർത്തകരും ഇപ്പോൾ പറയുന്നുമുണ്ട്. എന്തായിരുന്നാലും പുറമേ അസ്വാരസ്യങ്ങൾ ഒന്നും കാണാനില്ല എങ്കിൽ തന്നെ അകമേ അല്പം വെന്തുരുകുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതേസമയം ദീപക് ജോയിയും KN ഉണ്ണികൃഷ്ണനും കഴിഞ്ഞ തവണ വൈപ്പിൻ മണ്ഡലത്തിൽ ഇവർ ഇരുവരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. അന്ന് വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണനായിരുന്നു വിജയം നേടിയത്. ഇത്തവണ ഇരുവരും മണ്ഡലം മാറി തൃപ്പൂണിത്തുറയിൽ എത്തിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ആര് മത്സരിക്കുമെന്നതൊക്കെ സംബന്ധിച്ച് LDFിലും UDFിലും ഒരുപാട് ചർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും മത്സരം അരങ്ങ് തകർക്കുക തന്നെയാണ്. 2020 ഈ 3 മണ്ഡലങ്ങളുടെയും ഫലം പ്രവചനാതീതമാണെന്നാണ് പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 3 മണ്ഡലങ്ങളിൽ ആര് ജയിക്കും? അത് ഭരണത്തിലേക്ക് വേണ്ട സംഖ്യ എത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള പ്രീ പോൾ സർവേകളെല്ലാം 70-നും 80-നും ഇടയ്ക്കുള്ള സീറ്റുകളാണ് രണ്ട് മുന്നണികൾക്കും കൊടുക്കുന്നത്. അതിനപ്പുറത്തൊരു ലാൻഡ് സ്ലൈഡ് ഒരു മുന്നണിക്കും ആരും പ്രവചിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണത്തിലെത്താൻ ഓരോ സീറ്റുകൾ നിർണായകമാണ്. അതിൽ ഏറ്റവും നിർണായകമായ സീറ്റുകളാണ് പരിശോധിച്ചു പോകുന്നത്.